ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഇന്ന് ഞാൻ പാനിപ്പൂരിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്കും പാനിപ്പൂരി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മൈദ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഭയങ്കര ഹാർഡും അല്ല, എന്നാലും സോഫ്റ്റും അല്ല, ഒരു രീതിക്കുള്ള മാവാക്കി മാറ്റാം. എന്നിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്മാഷ് ചെയ്ത് അതിലേക്ക് 1 കപ്പ് കടല, അതുപോലെ 1 കപ്പ് ഉള്ളി, മല്ലിയില, 1 സ്പൂണ് മുളക്, ജീരകപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാല കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പാനി ഉണ്ടാക്കാൻ വേണ്ടി മല്ലിയില എടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പുതിന എടുക്കുക, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ നാരങ്ങ പിഴിഞ്ഞതും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ജീരകവും കാശ്മീരി മുളകും ഉപ്പിട്ട് മിക്സ് ചെയ്ത് ചാറ്റ് മസാലയും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി പുളിവെള്ളം ഉണ്ടാക്കണം. പുളി എടുത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് അതിലേക്ക് ഞാനിവിടെ പഞ്ചസാര, ഇതിലേക്ക് ജാഗരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാരയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ആവശ്യമുള്ള മുളകും അതുപോലെ ജീരകവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇത് നല്ലോണം തിന്നായി പരത്തി ഇതുപോലെ ചെറിയ ഷേപ്പിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് നല്ല ചൂട് എണ്ണയിൽ. അങ്ങനെ മൊത്തമായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയും അതുപോലെ മസാലയും പാനിയും പുളിവെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു പൂരി എടുത്ത് അതിൽ പൊട്ടിച്ച് അതിനുള്ളിലേക്ക് മസാല ഇട്ട് അതുപോലെ പുളിവെള്ളവും പാനിയൊക്കെ വെച്ച് കഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് മോന് വന്നിട്ട് കൈയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈസിയായി വീട്ടിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.